നമുക്ക് തീർച്ചയായിട്ടും അനീഷ് ഇവിടെ നിന്ന് മുണ്ടക്കയിലേക്ക് പോകും. നമുക്കറിയാം മുണ്ടക്കൈ എന്നൊരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചുപോയ പ്രദേശമാണ്. അവിടെ ഒരുപക്ഷെ പുഞ്ചിരിമട്ടത്തൊക്കെ നിരവധി ആളുകൾ അവിടെ അപകടമുണ്ടാകുമോ എന്ന ഭീതിയിൽ വന്നു കയറിയ സ്ഥലമാണ്, രക്ഷ തേടി വന്ന സ്ഥലമാണ് മുണ്ടക്കൈ. പക്ഷേ ആ ഗ്രാമം നമുക്ക് അവിടുത്തെ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ആ മസ്ജിദും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയും ഒക്കെ അല്ലേ അനീഷ്, അതിന്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയെന്നുള്ളത് നമ്മൾ അന്ന് കണ്ടതാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഒരു ഗ്രാമത്തിലേക്ക് അനീഷ് പോവുകയാണ്. അനീഷ് മുണ്ടക്കയിൽ നിന്നാകും ഇനിയുള്ള മണിക്കൂറുകളിൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു മാസത്തെ അനുഭവം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എങ്ങനെ ഈ പ്രദേശം മാറി, എന്താണ് വേണ്ടതെന്ന കാര്യമൊക്കെ അനീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും. എന്നോടൊപ്പം CV അനുമോദ് ചെയ്തു. അനുമോദ്, ഇതിന്റെ ആദ്യ മണിക്കൂറുകളിൽ, ഈ അനുമോദിന്റെ അടുത്ത ജില്ലയാണത്, ഈ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ഇവിടെ എത്തിയ മാധ്യമത്തിൽ ഒരാളാണ് അനുമോദ്. എന്താണ് അന്ന് കണ്ടത്? എങ്ങനെയാണ് അതൊരു നമുക്കൊരു നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ വേട്ടയാടുന്ന, നമ്മളെ എപ്പോഴും ദുഃഖിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ ആകാം അന്നത്തത് അല്ലെ? അങ്ങനെയല്ലേ? സത്യം പറഞ്ഞാല് ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ എത്തുമ്പോൾ അതുവരെ ഒന്നും ഇല്ലാത്തൊരു നെർവസ്നെസ് ആയിരുന്നു എനിക്ക്. ഇത് കാരണം ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു. നമുക്ക് അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു സാഹചര്യമാണ് അറിയാമായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത നെർവസ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. കിലോമീറ്ററുകൾ അപ്പുറത്ത് വണ്ടിയിട്ട് ആംബുലൻസിലാണ് നമ്മൾ ആദ്യം ഇവിടെ വരുന്നത്. അങ്ങനെ ആംബുലൻസിൽ വന്ന് ഞാനും അഖിലും എന്റെ ഡ്രൈവർ കുഞ്ഞു, ഞങ്ങൾ 3 പേരും കൂടി നേരെ വില്ലേജ് ഓഫീസിന്റെ ഭാഗത്താണ് പോയത്. അവിടെയായിരുന്നു ആദ്യത്തെ രക്ഷാപ്രവർത്തനം. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു കാഴ്ചയുണ്ട്. ഒരു ട്രക്കില്, മിലിറ്ററി മോഡൽ ട്രക്ക്, അതായത് നമ്മുടെ ഓഫ് റോഡേഴ്സിന്റെ ട്രക്കാണ്. ആ ട്രക്കിൽ ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന്റെ ഒരു ദൃശ്യം, അതുപോലെ തന്നെ ആളുകളെ എടുത്തു കൊണ്ടുവരുന്നതിന്റെ ദൃശ്യം, നമ്മൾ ഈ ദുരന്തത്തിൽ മരണത്തിന്റെയൊക്കെ വാർത്തകൾ പടരുമ്പോൾ ആളുകളെ രക്ഷിച്ചുകൊണ്ടിരുന്ന ദൃശ്യം തന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. കാരണം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു കാഴ്ച അത് നൽകിയത് വലിയ ഒരു ആശ്വാസമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം കാണുന്ന ഒരു കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ട് വരുന്നതാണ്. എനിക്ക് എന്റെ തൊണ്ട ഇടറി പോയൊരു നിമിഷമായിരുന്നു അത്. അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ എത്തി ആ കാര്യങ്ങൾ കാണുന്നത്. അതിനുശേഷം പിന്നെ ഇവിടേക്ക് ഈ ചൂരൽമല അങ്ങാടിയിലേക്ക് വരുമ്പോൾ മുട്ടറ്റൻ ചെളിയിൽ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവിടെയും കണ്ട ഒരു കാഴ്ച, താൽക്കാലിക പാലമുണ്ടാക്കി മുണ്ടക്കയിൽ കുടുങ്ങിയ ആളുകളെ അതുവഴി രക്ഷപ്പെടുത്തുന്നത്, 200ഓളം ആളുകളെ അതുവഴി രക്ഷപ്പെടുത്തുന്നതിന്റെ ഒരു ദൃശ്യമാണ് അന്ന് നമ്മൾ വൈകുന്നേരം കണ്ടത്. പിന്നെ കണ്ടത് ഞാനിപ്പോഴും നിൽക്കുന്ന ഇടത്തുനിന്ന് ഈ ആലിൽ നിന്നും അപ്പുറത്ത് JCBയുടെ ഉയർത്തിപ്പിടിച്ച കൈയിലേക്ക് ഒരു വടം കെട്ടി അതിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു മറക്കാനാവാത്ത കാഴ്ചയാണ്. അത് രാത്രി 10 മണി വരെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അത്രയും സമയം ഓരോ വടം കെട്ടി ഓരോ മൃതദേഹങ്ങൾ, അത് ആരുടേതാണെന്നോ ഒന്നും നമുക്കറിയില്ല, പക്ഷെ അത് അക്കരെ കടത്തുന്നതിന്റെ ഒരു ദൃശ്യം, ഇതൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇതൊന്നും ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ഇവിടെ ഉണ്ടാകരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന കാഴ്ചകളൊക്കെയാണ് അന്ന് സാക്ഷ്യം വഹിച്ചത്. പിറ്റേ ദിവസം ഈ ഒരു പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ നമ്മൾ ആദ്യം ഇതുവഴി കടന്നുപോയതാണ്. ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ എത്രമാത്രം ഭീകരമാണെന്ന് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. 3 ആനകൾക്ക് വലുപ്പമുള്ള കല്ലുകളും അതേപോലെ തന്നെ ഒരു ഗ്രാമം മുഴുവൻ തുടച്ചു നീക്കിയതും ആ ഉരുൾപൊട്ടലിന്റെ ആ പ്രഭവ മേഖലയ്ക്ക് അടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ അതിന് പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത്. സത്യത്തില് എങ്ങനെയാണ് ആ സമയം നമ്മൾ അതിജീവിച്ചത്, റിപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ജോലിയുടെ ഭാഗമെന്ന് കരുതി ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടൊരു ആഘാതമുണ്ട്. കാരണം ഓരോ ഇടത്ത് തിരയുമ്പോഴും നമ്മൾ അതിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാണുന്ന കാഴ്ചകള്, ഒപ്പം ഈ തിരയുന്ന ഇടത്ത് സ്വന്തക്കാരുണ്ടായിരിക്കും, അവരുടെ വികാരം, അവരോട് ചോദിക്കാൻ നമ്മൾ ബാധ്യതപ്പെടുകയാണ്. അവരോട് ചോദിച്ച് അവരോട് സംസാരിക്കേണ്ടി വരികയാണ്. അവരുടെ മനസ്സിലെ വേദന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ചോദിച്ചേ പറ്റൂ. അത്തരത്തില് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാഴ്ചകളാണ് ആദ്യത്തെ ഒരാഴ്ച. അതും ശാരീരികമായിട്ട് ഏറെ ബുദ്ധിമുട്ടുക, അതൊക്കെ പിന്നെയും മറികടക്കാവുന്നതാണ്. മാനസികമായിട്ട് നമുക്കുണ്ടാക്കിയ ഒരു ആഘാതം വലുതാണ്. ഈ ഒരു റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ടും രാത്രി ദിവസങ്ങളോളം ഈ ഒരു തെരച്ചിലിന്റെ കാഴ്ചകളും ആളുകൾ പറഞ്ഞത് ചെവിയിലോ നടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. കാരണം നമ്മളെ മനസ്സിലത് വല്ലാതെ അങ്ങ് പതിഞ്ഞു പോയ ഒരു സാഹചര്യം. ഇപ്പൊ 1 മാസത്തിന് ശേഷം ഇപ്പൊ വരുമ്പോ ഇവിടെ വിജനമാണെന്ന് വെച്ചാൽ പോലീസുകാരുണ്ട്, കുറച്ച് തെരച്ചിലിന്റെ സംഘങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു നാടില്ലാതെ ആയിരിക്കും. ഈ നാടിന് ഇങ്ങ് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച ശൂന്യമാണ്. ഈ വഴികളും ഇതൊക്കെ തന്നെ, ഈ ഒരു നാട് ഇല്ല ഇനി. ഇതൊരു ഓർമ്മ മാത്രമാണ്. ഈ ഒരു നാടും ഈ നാട്ടുകാരും ഒന്നും ഇനി ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും ഈ നാട്ടിലുണ്ടായിരുന്നവർ അവർ വീണ്ടും ജീവിതം തുടങ്ങുമായിരിക്കും. പക്ഷെ എന്നും
ഞാൻ ആദ്യമായിട്ടാണ് ഈ ദുരന്തത്തിന് ശേഷമാണ് ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു നാട് എന്നും ഒരു വേദനിക്കുന്ന ഒരു ഓർമ്മയായിട്ട് മനസ്സിലുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. എന്താണെങ്കിലും ഞാൻ ഈ പോകുന്നത് ഈ ദുരന്തത്തിൽ അതിജീവിച്ചവരുടെ അടുത്തേക്കാണ്. അവർ പലയിടത്തായിട്ട് വാടകയ്ക്കൊക്കെ താമസിക്കുന്നുണ്ട്. അവരെ നേരിൽ കാണാനാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന്. അരുൺ, അതുതന്നെയാണ് അനുമോദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സർക്കാർ ടൌൺഷിപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടൌൺഷിപ്പ് നിർമ്മിക്കും. അവിടേക്ക് ഈ നാട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കും. അവർ അങ്ങനെ ഒരു നാട്, അതായത് മുണ്ടക്കയിൽ ഒരുമിച്ച് ജീവിച്ചവർ, പുഞ്ചിരിമട്ടത്ത് ജീവിച്ചവർ, ചൂരൽമല ജീവിച്ചവർ, ഈ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ടൌൺഷിപ്പ് സർക്കാർ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഈ ചൂരൽമല ഇതിന്റെ ഒരു കേന്ദ്രമായിരുന്നു. അതായത് ഈ 3 പഞ്ചായത്തുകളുടെയും ആളുകൾക്ക് എല്ലാത്തിനും എത്താൻ കഴിയുന്ന, അവർക്ക് എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ടൌൺഷിപ്പ് ആയിരുന്നു, ഒരു ടൌൺ ആയിരുന്നു, ഒരു പട്ടണമായിരുന്നു ഈ ചൂരൽമല. അവിടെയാണ് ആ നാടും ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ഒരു ടൌൺഷിപ്പിലേക്ക് ഒരുമിച്ചവരെ മാറ്റും. അപ്പോഴും പിറന്ന നാട്, പിറന്ന മണ്ണ് നൽകുന്ന ആ ഒരു സംരക്ഷണം, ആ ഒരു സുരക്ഷിത ബോധം, ആ ഒരു വൈകാരികമായ ബന്ധമൊക്കെ ഈ ടൌൺഷിപ്പുകൾ നൽകുമോ എന്നൊക്കെ സംശയമുണ്ട്. സ്വാഭാവികം ഉണ്ടായില്ല. എങ്കിലും അവർ ഇനിയും ഒരുമിച്ച് ജീവിക്കും, അവർ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നോടൊപ്പം